സയൻസ് ക്വിസ് UPHS പാർട്ട് 7. ലേസർ. എന്താണ് ലേസറിൻ്റെ പൂർണ്ണ രൂപം? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് ലേസറിൻ്റെ പൂർണ്ണ രൂപം. സെൽ അഥവാ കോശത്തിൻ്റെ അസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എന്താണ്? അന്തർദ്രവ്യജാലിക എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. EEGയുടെ പൂർണ്ണ രൂപം എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്ത. മനുഷ്യ ശരീരത്തിലെ അശുദ്ധരക്തം വഹിക്കുന്ന ഒരേയൊരു ധമനി അഥവാ ആർട്ടറിയേ ഉള്ളൂ. ഏതാണ് ആ ധമനി? ശ്വാസകോശ ധമനി അഥവാ പൾമണറി ആർട്ടറി. മനുഷ്യ ശരീരത്തിലെ ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ധമനികൾ അഥവാ ആർട്ടറീസ്. മനുഷ്യ ശരീരത്തിൽ അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സിരകൾ അഥവാ വെയിൻസ്. മനുഷ്യ ശരീരത്തിൽ ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയേ ഉള്ളൂ അഥവാ വെയിനേ ഉള്ളൂ. ഏതാണ് ആ വെയിൻ? ശ്വാസകോശ സിര അഥവാ പൾമണറി വെയിൻ. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ധമനികൾ അഥവാ ആർട്ടറീസ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധരക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സിരകൾ അഥവാ വെയിൻസ് എന്നാണ് ഈ കുഴലുകൾ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? ഇതൊരു ആർട്ടറിയാണ്. അയോർട്ട അഥവാ മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി അഥവാ ആർട്ടറി ഏതാണ് എന്ന ചോദ്യത്തിനും ഉത്തരം അയോർട്ട അഥവാ മഹാധമനി എന്ന് തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അഥവാ വെയിൻ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അധോമഹാസിര അഥവാ ഇൻഫീരിയർ വീന കാവ. മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത ഒരേ ഒരു അവയവമേ ഉള്ളൂ. അതേതാണ് ആ അവയവം? ഹൃദയം അഥവാ ഹാർട്ട്. വേൾഡ് ഹാർട്ട് ഡേ അഥവാ ഹൃദയദിനം എന്നാണ്? സെപ്റ്റംബർ 29. സെൽ അഥവാ കോശത്തെ ആദ്യമായി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക്.